നാം ചെയ്യുന്ന ജോലി ഒരിക്കലും ഭാരമാകരുത്. 4 കാശുണ്ടാക്കാനായി എന്തെങ്കിലും ജോലി ചെയ്യുക എന്നത് ഒരിക്കലും സുഖം തരില്ല. നിരാശയുടെ ഒരു പ്രധാന കാരണം ആന്തരിക സംഘർഷമാണ്. സംഘർഷത്തിന് കാരണം ജോലിയും അഭിരുചിയും തമ്മിലുള്ള പൊരുത്തക്കേടാണ്. ഈ പൊരുത്തക്കേട് തുടരും തോറും സംഭവിക്കാൻ പോകുന്നത് ഭാവിയെക്കുറിച്ച് ആശങ്ക വരിക, എന്ത് കിട്ടിയാലും സന്തോഷിക്കാനാകാതെ വരിക, എന്നെക്കൊണ്ട് എന്തിനു കൊള്ളാം എന്ന തോന്നലുണ്ടാവുക, വീര്യം ചോർന്നു പോകുക, ഏകാഗ്രത നഷ്ടപ്പെടുക, ജീവിതത്തിൽ ഒരു രസവുമില്ലാതാവുക, ഇതെല്ലാമാണ്. നമുക്ക് ഇണങ്ങിയ ജോലിയിൽ നമുക്ക് സ്വാഭാവികമായി അഭിരുചി ഉണ്ടാകും. അഭിരുചിയുള്ള ജോലിയിൽ ആത്മാർത്ഥമായി നില ഉറപ്പിക്കുന്നതാണ് ദുഃഖം മാറ്റാനുള്ള പ്രധാന ഉപായം. ഇണങ്ങുന്ന ജോലി സന്തോഷം തരും. ഒരിക്കലും മറ്റുള്ളവരുമായുള്ള താരതമ്യം ചെയ്തു പോകരുത്. അവരുടെ ജോലി അവർക്ക്, എൻ്റെ ജോലി എനിക്ക്. എനിക്ക് തൃപ്തി നൽകുന്ന ജോലിയാണ് എൻ്റെ ജോലി. അത് ഞാൻ എത്ര ഭംഗിയായി ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഇതിനെ സ്വധർമ്മം എന്ന് നമ്മുടെ ആത്മീയ ഗ്രന്ഥങ്ങൾ വിശേഷിപ്പിക്കുന്നു. സ്വധർമ്മത്തിലാണ് ഊർജവും ഉത്സാഹവും ലഭിക്കുന്നത്. ഈ വിഷയത്തിൽ ഭഗവത്ഗീതയുടെ ഒരു സുപ്രധാന നിരീക്ഷണമുണ്ട്. അവനവൻ്റെ കർമ്മമണ്ഡലത്തിൽ സമർപ്പിതനാകുന്ന മനുഷ്യൻ സിദ്ധി നേടുന്നു, അതായത് ജന്മസാഫല്യം കൈവരിക്കുന്നു.